ഞാൻ രാജു ജേക്കബ്. സെൻട്രൽ എക്സൈസ് ആൻഡ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ ആദ്യമായി ജോലിക്ക് ചേർന്നത്. അതിനുശേഷം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ സർവീസ് ടാക്സ് എന്ന് പറയുന്ന ഒരു ടാക്സും കൂടെ ആഡ് ചെയ്ത് വന്നു. ഞാൻ അതിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം GST അങ്ങനെ ഒരു ടാക്സും കൂടെ വന്നു. അപ്പോൾ ഞാൻ സെൻട്രൽ GSTയിൽ നിന്നാണ് അവസാനമായി സൂപ്രണ്ടായിട്ട് റിട്ടയർ ചെയ്തത്. അത് 2019 അതിനുശേഷം വളരെ കാലങ്ങൾക്ക് മുൻപ് ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു സ്വപ്നം അത് പ്രാവർത്തികമാക്കാൻ പറ്റുമോ എന്ന് ഒന്ന് നോക്കുകയുണ്ടായി. അത് 2020 തന്നെയായിരുന്നു. ആ സ്വപ്നം എന്ന് പറയുന്നത് മൈക്രോ ഗ്രീൻസ് ആണ്. മൈക്രോ ഗ്രീൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇപ്പോൾ അറിയാം, കുഞ്ഞൻ സസ്യങ്ങളാണ്. പക്ഷെ ഇതിന്റെ പുറകിൽ ഒരു വലിയ കഥയുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് ഹിന്ദുവിലെ ഒരു ആർട്ടിക്കിളിലെ ഞാൻ ഒരു ന്യൂസ് വായിക്കുകയുണ്ടായി. കാലിഫോർണിയയിലെ ഈ ഫാൻസി ഹോട്ടലേഴ്സ് ഒരു ചെറു സസ്യങ്ങൾ അവരുടെ മറ്റ് ഭക്ഷണത്തിൽ അല്ലെങ്കിൽ അവരുടെ റെസ്റ്റോറൻറ്റ് ഐറ്റത്തിലൊക്കെ ഗാർണിഷിങ്ങിനായിട്ട് ഉപയോഗിച്ചിരുന്നു. അത് വളരെയധികം ടേസ്റ്റ് ഉള്ളതും പ്രത്യേക ഫ്ലേവർ ഉണ്ടാക്കുന്നതും അതുമാത്രമല്ല എൻ്റെ ഒരു അരോമ ആ ഭക്ഷണങ്ങൾക്കൊക്കെ വളരെ ആസ്വാദികരമായ ഒരു രുചിയിലേക്ക് കൊണ്ടുപോയിരുന്നു. അങ്ങനെ അവർ ഉപയോഗിച്ചിരുന്ന ആ സസ്യങ്ങൾ പിന്നീട് 1980 ആ സസ്യങ്ങളെക്കുറിച്ച് ഫുഡ് റിസർച്ചേഴ്സ് ഒരുപാട് പഠനങ്ങൾ നടത്തിയപ്പോൾ ആ സസ്യങ്ങളെക്കുറിച്ച് ഒരു കാര്യം അവർക്ക് മനസ്സിലായി. ഈ സസ്യങ്ങളിൽ ഒരുപാട് ന്യൂട്രിയൻസും മിനറൽസും എല്ലാം അടങ്ങിയിരിക്കുകയാണ്. അതൊരു കോൺസെൻട്രേറ്റഡ് ഫോമിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അവർ കണ്ടെത്തിയത്. അതിനുശേഷം 2000 ആ ചെടികൾ, ആ കുഞ്ഞൻ സസ്യങ്ങൾ ലോകത്തിന് മുൻപിൽ അവതരിപ്പിച്ചു മൈക്രോ ഗ്രീൻസ് എന്ന പേരിൽ. ഇന്നിപ്പോൾ മൈക്രോ ഗ്രീൻസ് എല്ലായിടത്തും, പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസിലും അതുപോലെ അമേരിക്കൻ കൺട്രീസിലും എല്ലാം വളരെ സുലഭമായി കിട്ടുന്ന ഒരു ഇനമാണ്. എന്തുകൊണ്ടോ ഇന്ത്യയിൽ അത്ര അധികം പ്രചാരത്തിലായിട്ടില്ല. അങ്ങനെ 2020 ഈ ആഗ്രഹം മൂർച്ഛിച്ച് ഞാൻ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇരിഞ്ഞാലക്കുടയിൽ എൻ്റെ കോബ്രദറിൻ്റെ ബിൽഡിങ്ങിൽ 2 റൂമുകളിലായിട്ട് ഞാൻ ഈ മൈക്രോ ഗ്രീനിൻ്റെ കമേഴ്സ്യലായിട്ടുള്ള ഒരു ഔട്ട്ലെറ്റ് തുടങ്ങേണ്ടത്. ഞാൻ എനിക്ക് വേണ്ടി മാത്രമായിട്ട് തുടങ്ങിയതല്ലായിരുന്നു, അത് കോബ്രദറിന് വേണ്ടി കൂടെ ആയിരുന്നു ഞാനത് തുടങ്ങിയത്. കൊറോണ സമയമായിരുന്നു. ഒരുപാട് റെസ്ട്രിക്ഷൻസ് ആ സമയത്തുണ്ടായിരുന്നു, നമുക്ക് യാത്ര പോകാനും എല്ലാമായിട്ട്. അതിൽ നമുക്ക് കൃത്യമായി മൈക്രോ ഗ്രീൻസിനെ ശ്രദ്ധിക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുകൾ അതുകൊണ്ടും ഉണ്ടായി. അതുമാത്രമല്ല, പിന്നീട് അവർക്കത്ര താല്പര്യമില്ല ഈ ബിസിനസ് കൊണ്ടുപോകുന്നില്ലെന്നും മനസ്സിലായതോടുകൂടി ഞാൻ പിന്നെ അത് തൽക്കാലത്തേക്ക് ഞാൻ എൻ്റെ ആഗ്രഹം മാറ്റിവെക്കാനുണ്ടായി. പക്ഷേ എൻ്റെ ശക്തമായ ആഗ്രഹം എന്നിൽ ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. എനിക്കതിനെ നിർത്തിവെക്കാനോ തടയാനോ എനിക്ക് സാധിക്കുമായിരുന്നില്ല. കാരണം എനിക്ക് വയസ്സാവുന്നു, ആരോഗ്യം കുറയുന്നു, എൻ്റെ മസിൽസിൻ്റെ ശക്തി കുറയുന്നു. അപ്പോൾ ഞാൻ വീണ്ടും മൈക്രോ ഗ്രീൻസിനെ കുറിച്ച് ഓർക്കാണ്. അങ്ങനെ എൻ്റെ ശരീരത്തിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ടും എനിക്ക് ആവശ്യമായ എല്ലാവിധ മിനറൽസും ന്യൂട്രിയൻസും എല്ലാം നമുക്ക് തരുന്ന ഈ പ്ലാന്റിനെ അല്ലെങ്കിൽ ഈ കുഞ്ഞൻ സസ്യങ്ങളെ എനിക്ക് ഒന്നുകൂടെ കൃഷി ചെയ്യണമെന്ന് ഒരു ആഗ്രഹം ജനിച്ചു. അങ്ങനെ എന്നിലുണ്ടായിരുന്ന ആ ആഗ്രഹം എനിക്ക് വേണ്ടിയും എൻ്റെ അയൽപ്പക്കാർക്ക് വേണ്ടിയും ഞാൻ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് എൻ്റെ മൈക്രോ ഗ്രീൻ തോട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഫാക്ടറിയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ നേരത്തെ വലിയൊരു ഫാക്ടറിയെ കുറിച്ചാണ് നിങ്ങളോട് പറഞ്ഞത്. ഈ കാണുന്നതാണ് എൻ്റെ ഫാക്ടറി. മൈക്രോ ഗ്രീൻ കൃഷി തുടങ്ങാനായിട്ട് അല്ലെങ്കിൽ ഗ്രോ ചെയ്യാനായിട്ട് വളരെ ലളിതമായ കുറച്ച് സാധനങ്ങളെ നമുക്ക് ആവശ്യമുള്ളൂ. അതിൽ 2 പോട്ട് വേണം. ഞാൻ കാണിച്ചു തരാം. ഇത് മൈക്രോ ഗ്രീൻസ് വളർത്തിയിട്ടുള്ളതാണ്. ഇതൊരു പോട്ടാണ്. അതിന് ഉള്ളിൽ വേറൊരു പോട്ടുണ്ട്. വിത്ത് നമുക്ക് പാകണം. ഒരു 5 ദിവസം കഴിഞ്ഞാൽ നമുക്ക് വിളവെടുക്കാം. ഈ മൈക്രോ ഗ്രീൻസ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. വളരെ ലളിതമായ ഒരു കാര്യമാണ് നമുക്കുള്ളത്. ഇതിപ്പോൾ ഒരു ഔട്ടർ പോട്ടാണ്, ഇതൊരു ഇന്നർ പോട്ടാണ്. ഇത്ര ഏകദേശം സൈസുള്ള ഒരു 5 ഇഞ്ച് വലുപ്പമേ ഉള്ളൂ. ഏകദേശം അത്ര തന്നെ 5 ഇഞ്ച് വട്ടമേ ഉള്ളൂ, ഇതിൻ്റെ ഡയേ ഉള്ളൂ. ഇതിൽ ആദ്യം തന്നെ ചകിരിച്ചോറ് നിറയ്ക്കുക. ചകിരിച്ചോറ് നിറയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് ഇപ്പോൾ ഇങ്ങനെ ഞാൻ ഇത് പിഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വെള്ളം നമുക്ക് വരാൻ പാടില്ല. എന്നാൽ കയ്യിൽ നമുക്ക് വെള്ളം ഫീൽ ചെയ്യാൻ വേണം. അങ്ങനെയുള്ള ഒരു പാകത്തിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ആക്കിയിട്ട് നമ്മളിത് നിറയ്ക്കുക. അങ്ങനെ നിറച്ചതിന് ശേഷം കൈകൊണ്ട് തന്നെ വെറുതെ ഒന്ന് നിരപ്പാക്കുക. നിരപ്പാക്കിയതിന് ശേഷം നമുക്ക് വിത്തുകൾ എടുക്കാം. വിത്തുകൾ എടുക്കുന്നത് ഞാൻ എടുക്കാറുള്ള ഇത്തരം പോട്ടിലേക്ക് ഞാൻ എടുക്കുന്ന വിത്തുകളുടെ അളവ്, ഇത് വൈറ്റ് റാഡിഷ് ആണ് ഈ വിത്ത്. ഇത്ര അളവാണ് നമ്മൾ എടുക്കുക. അളവെടുത്തിട്ട് ഇത് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഈ വിത്തുകൾ നമ്മൾ ഈ പോട്ടിൻ്റെ അതിർത്തികളിൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ വിരലുകൊണ്ട് ഇങ്ങനെ ഇട്ടാൽ മതി, പുറത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടുക. ഇതിങ്ങനെ ചെയ്യുന്നത് അതിൻ്റെ കാരണം ഇവിടെ കൂടുതൽ ഉള്ളിലുള്ള മൈക്രോ ഗ്രീൻസ് പുറത്തേക്ക് പോകാതിരിക്കാൻ, ചെടികളൊന്നും പുറത്തേക്ക് അധികം നിൽക്കാതിരിക്കാൻ ഒരു മതിൽ പോലെ ഇത് കുറച്ച് എണ്ണം കൂടുതലായിട്ട് നമ്മൾ ചെയ്യണം. ബാക്കി നമ്മൾ ഇങ്ങനെ വെതറുക, കൈകൊണ്ട് വെതറുക. ശ്രദ്ധിക്കേണ്ട കാര്യം, വിത്തുകൾ കൂട്ടം കൂടി കിടക്കാൻ പാടില്ല, ഒന്നിനൊന്നും മുട്ടാൻ പാടില്ല എന്നുള്ളതാണ് പൊതുവായി നമ്മൾ അംഗീകരിക്കുന്ന നിയമം. എന്തായാലും തീർത്തും ഒന്നിനു മേലെ ഒന്ന് കിടക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് ഇത്രയും വട്ടത്തിൽ ഞാൻ വെറുതെ ഒന്ന് പ്രസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് കാണാം, ഇപ്പോൾ നമ്മളിത് എടുക്കുമ്പോൾ കാണാം പല സ്ഥലങ്ങളിലും വിത്തുകളില്ല. അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക, മെല്ലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത് ഏകദേശം ഒരു 10-12 ഗ്രാം വിത്തുകൾ ഉണ്ടാവാം. 10 ഗ്രാം എന്തായാലും ഉണ്ടാകും എന്ന് വിചാരിക്കാം. ഇങ്ങനെ ഇടുക. അങ്ങനെ ഇട്ടതിന് ശേഷം ഒഴിവുള്ള സ്ഥലങ്ങളിലൊക്കെ നോക്കിയിട്ട് ഓരോരോ വിത്തുകളിൽ നമുക്ക് ഇടാവുന്നതാണ്. വെറുതെ അങ്ങനെ ഇടുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് അമർത്തുക. ഈ അമർത്തുന്നതിന് വിത്ത് അതിൻ്റെ ഉള്ളിലൊന്ന് കയറിയിരിക്കാൻ വേണ്ടിയിട്ടാണ്, മണ്ണിലൊന്ന് പൂന്നിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ സ്പൂൺ ഞാൻ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിർത്തിയിൽ നമ്മൾ
നമ്മൾ ഈ പ്ലേറ്റ് ചെറുതായിരുന്നു, അപ്പോൾ അതുകൊണ്ട് എഡ്ജ് കുറച്ച് ശരിയാക്കാനുണ്ട്, അത് ശരിയാക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ വെള്ളം അടിക്കണം. ഇനി നമ്മൾ വെള്ളം സ്പ്രേ ചെയ്യുക, നന്നായിട്ട് സ്പ്രേ ചെയ്യാം. വെള്ളം നന്നായിട്ട് നനയ്ക്കണം. ഈ വിത്തിൻ്റെ ഷെല്ല് നനഞ്ഞ് കുതിർന്നിട്ട് വേണം നമുക്ക് വിത്ത് മുളയ്ക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ തന്നെ കുറച്ച് നന്നായിട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് വെള്ളത്തിൽ മുക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, ചളി പോലെ ആക്കരുത്. കൊക്കോ പിത്ത് എന്നിട്ട് ചെയ്യുക. അങ്ങനെ ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നത് ഇവിടെ വെറുതെ ഇത് മൂടി വയ്ക്കുക. ഒരു കാര്യം കൂടി ഞാൻ ചെയ്യുന്നുണ്ട്, അത് ഇതാണ്. ഇത് മണൽ നിറച്ച ഒരു പാക്കറ്റാണ്. ഇതിനുള്ളിൽ വെയിറ്റ് വെക്കണം. കാരണം വലിയ ട്രേയിലാണെങ്കിൽ വെക്കാൻ വേറെ ഉപാധികളുണ്ട്. പക്ഷേ ഇത് ഞാൻ ചെറിയ ട്രേ ആണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ മണൽ വെച്ച് ഇതിങ്ങനെ ലൂസാക്കി അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കും. ഒരു ട്രേ ഉണ്ടാക്കി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ മൈക്രോഗ്രെയിൻ പാകുന്നതിൻ്റെയും കാര്യം. അപ്പോൾ പോട്ട് നിറയ്ക്കണത് എത്ര എളുപ്പമാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റിൽ കൂടുതൽ ഒരു പോട്ട് നിറയ്ക്കാനായിട്ട് നമുക്ക് ആവശ്യമില്ല. ഇനി ഒരു വീട്ടിലേക്ക് നമ്മൾക്കിത് ഉണ്ടാക്കണമെങ്കിൽ എത്രമാത്രം നമ്മൾ പോട്ട്സ് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ മൈക്രോഗ്രെയിൻസ് നട്ട് കഴിഞ്ഞാൽ ഒരു 6ാം ദിവസം തന്നെ നമ്മൾക്ക് അത് കട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത്, ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് മാത്രമാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് 5 പോട്ടുകൾ ഇതുപോലെ എടുക്കും. 5 പോട്ടുകൾ എടുത്തിട്ട് ആദ്യത്തെ ദിവസം, തിങ്കളാഴ്ച ദിവസം ഞാൻ ഒരു വെറൈറ്റി മൈക്രോഗ്രെയിൻ ഇതിൽ പാകും. ചൊവ്വാഴ്ച വേറൊരു വെറൈറ്റി ആയിരിക്കും, ബുധനാഴ്ച വേറെ വെറൈറ്റി ആയിരിക്കും, വ്യാഴാഴ്ച ഇവിടെ, വെള്ളിയാഴ്ച ഇവിടെ. ശനിയാഴ്ച വരുമ്പോൾ നമുക്ക് 1ാമത്തെ പോട്ടിലേത് നമുക്ക് കട്ട് ചെയ്യാൻ എടുക്കാം. അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഇതിപ്പോൾ റെഡ് റാഡിഷ് ആണ്. ഇതിൻ്റെ ഗുണങ്ങളും ഇതിൻ്റെ മിനറൽസും ഇതിൻ്റെ വൈറ്റമിൻസും ഒന്നാണ്, ഇതിൻ്റെ ടേസ്റ്റ് ഒന്നാണ്. ഇതിൻ്റെ ഇപ്പുറത്തുള്ളത് ബ്രൊക്കോളിയാണ്, ഇതിൻ്റെ ടേസ്റ്റ് വേറെയാണ്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വേറെ ടേസ്റ്റിൽ കഴിക്കാം. അത് മാത്രമല്ല, അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസും മിനറൽസും അല്ല ഇതിലടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേറെ അഡീഷണൽ ആയിട്ട് കിട്ടണമെങ്കിൽ അതും നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. മൂന്നാമത് ഇരിക്കുന്നത് പീസാണ്, പീസ് ഫ്രൂട്ടാണ്. ഇതിന്റെ ന്യൂട്രിയന്റ് വാല്യൂ വേറെയാണ്. അപ്പോൾ നമുക്ക് അതും നമുക്ക് കിട്ടും. മാത്രമല്ല ഇതിന്റെ ഒന്നിന്റെയും ടേസ്റ്റ് അല്ല ഇതിന്. അടുത്തിരിക്കുന്നത് വൈറ്റ് റാഡിഷ് ആണ്. ഈ വൈറ്റ് റാഡിഷിന്റെ ടേസ്റ്റ് വേറെയാണ്, ഇതിന്റെ അടങ്ങിയ മിനറൽസ് വേറെയാണ്, ഇതിന്റെ ഗുണങ്ങളും വേറെയാണ്. ഇത് അടങ്ങിയിരിക്കുന്നത് ബീട്രൂട്ട് ആണ്. ഈ ബീട്രൂട്ടിൽ ഇതിലൊന്നുമില്ല അല്ലാത്ത പല മിനറൽസും വൈറ്റമിൻസും ആണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ ഗുണം? ഓരോ ദിവസവും ഓരോ ടേസ്റ്റ്, മാത്രമല്ല ഓരോ ദിവസവും ഓരോ തരം വൈറ്റമിൻസും ഓരോ തരം മിനറൽസും. ഇത് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതായിരിക്കില്ലേ? ഈ റാക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് എത്ര ആളുകൾക്ക് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ അടുത്ത് നോക്കും. നിങ്ങൾക്ക് ഇതിൽ കാണാം, ഇതിൽ 10 പോട്ട്സ് ആണ് വെച്ചിട്ടുള്ളത്. മറുഭാഗത്തും 10 പോട്ട്സ് ഉണ്ട്. അപ്പോൾ 20 പോട്ട് ഉണ്ട്. ഇതിൽ ഞാൻ 5 ബെർത്ത് ഉപയോഗിക്കുകയാണ്. 1, 2, 3, 4, 5 ഉപയോഗിക്കുകയാണ്. അതിന് മുകളിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 5 ബെർത്തുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ആൾക്ക്, ഒരു വീടിന് ഒരു ട്രേ അല്ലെങ്കിൽ ഒരു പോട്ട് എന്ന് വെച്ചാൽ ഇത് 20 പേർക്ക് കൊടുക്കാവുന്ന, 20 വീട്ടിലേക്ക് ഉപയോഗിക്കാവുന്ന പോട്ടുകളായി. അടുത്ത ദിവസം തിങ്കളാഴ്ച ഈ 20 പോട്ട് നിറയ്ക്കുന്നു, ചൊവ്വാഴ്ച വീണ്ടും 20 പോട്ട് നിറയ്ക്കുന്നു, വേറെ വെറൈറ്റി. 3ാമത്തെ ദിവസം നേരത്തെ നമ്മൾ ഒരു വീടിന് വേണ്ടി ചെയ്തപോലെ 3ാമത്തെ വെറൈറ്റി നിറയ്ക്കുന്നു. 4ാമത്തെ ദിവസം 20 പോട്ട് വീണ്ടും നിറയ്ക്കുന്നു. 5ാമത്തെ ദിവസം വീണ്ടും വെറൈറ്റി നിറയ്ക്കുന്നു. 6ാമത്തെ ദിവസം തൊട്ട് നമ്മൾക്ക് ഈ സാധനം 20 വീട്ടുകാർക്ക് കൊടുക്കാൻ പറ്റുന്നു. അപ്പോൾ 20 വീട്ടുകാരെന്ന് വെച്ചാൽ കുറേ അധികം കസ്റ്റമേഴ്സായി. നമ്മളെ ഒരു വീട്ടുകാരെ സംബന്ധിച്ചൊരു നല്ലൊരു കസ്റ്റമറായി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഞാനൊരു സൂത്രം പറയുകയാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്നതിനൊപ്പം ഒരു 15 ഇതുപോലത്തെ ഒരു റാക്ക് പണിത് ഒരു 15 ട്രേ കൂടെ പണിയാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു കുഞ്ഞ് ബിസിനസ് ആക്കിയിട്ട് ഇത് മാറ്റുകയും ചെയ്യും. സൂത്രത്തിൽ ചെയ്യാവുന്ന ഒരു ബിസിനസ്സാണ്. നല്ല ഒരു കർമ്മം, നല്ലൊരു കൃത്യം, മനുഷ്യർക്ക്, നമ്മുടെ അയൽപ്പക്കക്കാർക്ക് നല്ല ഭക്ഷണം കൊടുത്തു എന്നുള്ള ഒരു ആത്മസംതൃപ്തിയും ഇതിനോടൊപ്പം നിങ്ങൾക്ക് ഫ്രീ ആയി ബോണസായി കിട്ടുകയും ചെയ്യും. അത്യാവശ്യം ചെറിയ വിലയും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. മൈക്രോഗ്രെയിൻസിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ ഒരു പരാതി അല്ലെങ്കിൽ ബുദ്ധിമുട്ട് ആളുകൾ പറയുന്നത്, അമ്മമാരെല്ലാവരും പറയുന്നത്, ഇതെങ്ങനെ വെക്കും എന്നുള്ളതാണ്. ഇത് കുഞ്ഞു കുട്ടികൾക്ക് മുതലേ വലിയവർക്ക് എല്ലാവർക്കും വേണ്ടി ഇത് ഉപയോഗിക്കാവുന്നതാണ് ആദ്യത്തെ കാര്യം. പ്രധാനമായിട്ടും നമ്മൾ ഇത് പച്ചക്കാണ് കഴിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അപ്പോഴാണ്. പക്ഷേ നമുക്കത് പച്ചക്ക് കഴിക്കാൻ എല്ലാവർക്കും സാധിച്ചോണമെന്നില്ല. ഭയങ്കര എരിവാണ്. ഈ റാഡിഷ് വെറൈറ്റിക്കൊക്കെ നല്ല എരിവാണ്. അപ്പോൾ അത് നമുക്ക് പച്ചക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു വയമീഡിയ എന്നുള്ള നിലയ്ക്ക് നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ സലാഡ് ഉണ്ടാക്കുന്നതിന്, അല്ലെങ്കിൽ എഗ് ബുർജി പോലത്തെ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിന്, പിന്നെ സൂപ്പ് ഉണ്ടാക്കുന്നതിന്, സ്മൂത്തി ഉണ്ടാക്കുന്നതിന്, ഇതിനൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം. അപ്പോൾ അത് കുട്ടികളെ പറ്റിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഈ സാധനം അകത്ത് ചെല്ലാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അത് കുട്ടികൾക്ക് വളരെയധികം ഉപകാരമുള്ള സംഗതിയാണ്. മുതിർന്നവർ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ കുട്ടികളാണ് ഇത് കഴിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു പക്ഷം. കാരണം ബഹുഭൂരിപക്ഷം കുട്ടികളും നമ്മളൊക്കെ വിചാരിക്കുന്നുണ്ടാവും വലിയ ഭക്ഷണമൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും ഈ വൈറ്റമിൻസും അതുപോലെ തന്നെ മിനറൽസും ശരീരത്തിന് വേണ്ടത്ര കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഇപ്പോഴും സംശയമാണ്. അത്തരം സന്ദർഭങ്ങളിലേ മാത്രമല്ല, കുട്ടികൾ എന്ത് കൊടുത്താലും കഴിക്കാത്ത കുട്ടികളുമാണ്. അതല്ല, എല്ലാവരും വീട്ടിലും ഇത് പ്രശ്നം, എന്ത് കൊടുത്താലും കുട്ടികൾ കഴിക്കില്ല എന്നുള്ള പരാതി ഇല്ലാത്ത ഒരു മാതാപിതാക്കളും ഉണ്ടാവില്ല. എല്ലാവരും പിന്നാലെ ഓടി നടന്ന് വേണം നമുക്ക് ചെയ്യാൻ.
ചെയ്യാനായിട്ട്. അപ്പോൾ ആ കുട്ടികളെ ഒന്ന് ഇതിൻ്റെ ഭാവം മാറ്റി രൂപം മാറ്റി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കുട്ടികളത് വളരെ ഇഷ്ടത്തോടുകൂടി കഴിക്കും. അതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ നമുക്ക് മുതിർന്നവർക്ക് പ്രത്യേകിച്ച് ഒരു 40 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് നമ്മുടെ ഇടയിൽ നമുക്കുണ്ടാകുന്ന അസുഖങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു വലിയൊരു തടയാണ് ഈ മൈക്രോ ഗ്രെയിൻസ്. കാരണം അതിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻസ് അത്രയധികം റിച്ച് ആണ്, അതുപോലെ മിനറൽസും അത്ര അധികമാണ്. അപ്പോൾ ഇവയുടെ കുറവ് കൊണ്ട്, അഭാവം കൊണ്ട് നമ്മുടെ ശരീരത്തിന് എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടാകാം അതെല്ലാം നമുക്ക് ഇതുകൊണ്ട് മേക്കപ്പ് ചെയ്യാനായിട്ട് കുറേയധികം സാധിക്കും. അത് മാത്രമല്ല, ഒരു വിഷമവും ഇല്ലാത്ത, ഒരു മരുന്നും അടിച്ചിട്ടില്ലാത്ത, ഒരു രാസവളം പോലും ചേർന്നിട്ടില്ലാത്ത നല്ല ഒരു ചെറു കുഞ്ഞൻ സസ്യങ്ങളാണ് ഈ മൈക്രോ ഗ്രെയിൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ബീട്രൂട്ടിനെ കണ്ടോ, അതിന് നമുക്ക് സത്യത്തിൽ ഇതിനെ കട്ട് ചെയ്ത് കഴിക്കേണ്ടതാണ്, പക്ഷേ കട്ട് ചെയ്യാൻ പോലും നമുക്ക് തോന്നില്ല. അത്രയും ചെറിയ ഓമനത്വമുള്ള ഈ സസ്യങ്ങളാണ്. പക്ഷേ നമുക്ക് വേണ്ടി ആരോഗ്യം തരുന്നതിന് വേണ്ടി ഈ കുഞ്ഞൻ സസ്യങ്ങൾ പോലും അവർ കട്ട് ചെയ്യുന്നതിൽ അവർക്ക് സന്തോഷമേ ഉള്ളൂ എന്നാണ് എനിക്ക് ഈ ബീട്രൂട്ട് തൈകൾ എന്നോട് പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങളെല്ലാവരും മൈക്രോ ഗ്രെയിൻസ് നിത്യേന ഉപയോഗിക്കുക. ഇനി വീട്ടിൽ നമുക്കുണ്ടാക്കാനും ഇത് വളരെ വളരെ എളുപ്പമാണ്. ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് വിചാരിക്കുന്ന പോലെ ഒരു ബുദ്ധിമുട്ടും ഇതിന് ഇല്ല.